ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻഗ്ലെക് സാറിന്റെ വീഡിയോയിൽ ഞാനൊരു ബോട്ടായി ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ബോട്ടായി ക്വസ്റ്റ്യൻസിന്റെ കണ്ടീഷൻസ് ഒക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഈ കണ്ടീഷൻസിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ ഞാൻ ഈ ഒരു ബോട്ടായി ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മൾ ഈ കണ്ടീഷൻസിൻ്റെ ഡിഫറൻസ് ഈ കൊടുത്തിരിക്കുന്ന കേസിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുന്നതെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടായി ക്വസ്റ്റ്യനിൽ എവിടെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഒക്കെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് എങ്ങനെ അത് എളുപ്പമാക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യനകത്തെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. സോ നഴ്സസ് നോട്ട്സ്, വൈറ്റൽ സയൻസ്, ലബോറട്ടറി റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് 3 ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദ നഴ്സ് ഇസ് കെയറിങ് ഫോർ എ 30-year-old ക്ലയൻറ്റ്. 30-year-old ക്ലയൻറ്റിനെ ഒരു നഴ്സ് കെയർ ചെയ്യുന്നു. ദ ക്ലയൻറ്റ് റിപ്പോർട്ട്സ് ചെസ്റ്റ് പെയിൻ ഓഫ് 5 ഓൺ എ സ്കെയിൽ ഓഫ് 0 to 10. The pain is sharp and occasionally radiates to the upper back. It makes it difficult for the client to take a deep breath and increases with movement. So, പെയിൻ എത്രയാണെന്നുള്ളത് പറയുന്നുണ്ട്. പെയിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, 5 out of 10. ആൻഡ് ദെൻ പെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് പെയിൻ ഷാർപ്പാണ്, റേഡിയേറ്റ് ആവുന്നുണ്ട് അപ്പർ ബാക്കിലോട്ട്, ബ്രീത്തിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, ആൻഡ് പെയിന് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഇൻക്രീസ് ആകുന്നുണ്ട്. സോ നമുക്കറിയാം ചില കണ്ടീഷനൊക്കെ പെർട്ടിക്കുലർ ആയിട്ട് പെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ. സോ എൻക്ലെക്സിൽ പല ഡിഫറെൻറ്റ് കണ്ടീഷനിലും നമ്മൾ പെയിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഏത് ടൈപ്പ് ഓഫ് പെയിൻ ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻസിലും ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. അത് വെച്ചിട്ട് മാത്രം നമുക്ക് ആൻസേഴ്സിലോട്ട് എത്താനായിട്ട് പറ്റും. സോ പെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എപ്പോഴും പഠിച്ചു വെക്കുക, പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും കണ്ടീഷനിൽ പെർട്ടിക്കുലർ പെയിൻ ടൈപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ. സോ ഇവിടെ ഷാർപ്പ് ആൻഡ് ഒക്കേഷണൽ പെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. റേഡിയേറ്റിംഗ് പെയിൻ ആണ്, ബ്രീത്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പെയിൻ ഉണ്ട്, ആൻഡ് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് പെയിൻ കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ക്ലയൻറ്റ് റീസെൻ്റ്ലി റിക്കവേർഡ് ഫ്രം ആൻ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ 1 week ago ബട്ട് സ്റ്റിൽ ഹാസ് എ പെർസിസ്റ്റൻറ്റ് ഡ്രൈ കോഫ്. സോ ഹിസ്റ്ററിയാണ് പറയുന്നത്. റീസെൻ്റ് ആയിട്ട് URTA, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അത് റിക്കവേർഡ് ആയെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡ്രൈ കോഫ് ഉണ്ട് ക്ലയൻറ്റിന്. ഓക്കെ, ലങ് സൗണ്ട്സ് ക്ലിയർ ആണ്, നോ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, എ ഹൈ പിച്ച്ഡ് ഗ്രേറ്റിംഗ് സൗണ്ട് ഇസ് ഹേർഡ് ഓവർ ദ ലെഫ്റ്റ് ലോവർ സ്റ്റേർണൽ ബോർഡർ, നോ പെരിഫറൽ എഡിമ ഓർ എക്സ്ട്രിമിറ്റി പെയിൻ ഇസ് നോട്ടഡ്. ഇത്രയാണ് ക്ലയൻറ്റിൻ്റെ സിംറ്റംസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വൈറ്റൽ സയൻസിലോട്ട് വരുന്ന സമയത്ത് ടെമ്പറേച്ചർ സ്ലൈറ്റ് ആയിട്ട് എലിവേറ്റഡ് ആണ്, 99.5 degree. ഓക്കെ, പൾസ് 94, റെസ്പിറേഷൻ 18, BP 132/91, SpO2 98% ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് വരുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ 11 ആണ്, WBC 9000 ആണ് കൊടുത്തിരിക്കുന്നത്, പ്ലേറ്റ്ലെറ്റ് 296,000, ട്രോപ്പോണിൻ 0.02 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോർമൽ വാല്യൂസും കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഇവിടെ ട്രോപ്പോണിൻ്റെ വാല്യൂ നോർമൽ ആണ്, ലെസ് ദൻ 0.03 ആണ് വരേണ്ടത്. സോ 0.02 ആണ്, നോർമലാണ്. പ്ലേറ്റ്ലെറ്റ് നോർമലാണ്, WBC നോർമലാണ്, ഹീമോഗ്ലോബിൻ 11 ആണ് കൊടുത്തിരിക്കുന്നത്, 14 to 18 ആണ് വേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ദ നഴ്സ് ഇസ് റിവ്യൂവിംഗ് ദ ക്ലയൻസ് അസസ്മെൻറ്റ് ഡേറ്റ ടു ഡെവലപ്പ് ദ ക്ലയൻസ് പ്ലാൻ ഓഫ് കെയർ. Complete the diagram by dragging from the choices below to specify what condition the client is most likely experiencing. So ഈ ക്ലയൻറ്റിൻ്റെ സിംറ്റം അനുസരിച്ച് ഈ ക്ലയൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള മോസ്റ്റ് ലൈക്ലി ഏത് കണ്ടീഷൻ ആവാനാണ് സാധ്യത, ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് 2 ആക്ഷൻസ് ചൂസ് ചെയ്യുക. എന്തൊക്കെ ആക്ഷൻ എടുക്കും, മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യും, ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് വേണ്ടത് എന്തൊക്കെയാണ്, പ്രോഗ്രസ് മനസ്സിലാക്കാനായിട്ട്. സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ കണ്ടീഷനാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടീഷൻ മനസ്സിലാക്കിയാലേ നമുക്ക് ഏത് ആക്ഷൻ എടുക്കണം, എന്തൊക്കെ മോണിറ്റർ ചെയ്യണം എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ പെരികാർഡൈറ്റിസ് ഉണ്ട്, നിമോണിയ ഉണ്ട്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്, പൾമണറി എംബോളിസം ഉണ്ട്. സോ ഈ 4 കണ്ടീഷൻ്റെ ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ഈ ക്ലയൻറ്റിൻ്റെ കേസ് അനുസരിച്ച്, സിംറ്റം അനുസരിച്ച് ഈ 4 കണ്ടീഷൻസിൽ ഏത് സിംറ്റമാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സോ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിൻ്റെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്? നോർമലി ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുന്നത്? ആ ക്ലയൻറ്റിൻ്റെ സിംറ്റംസ് വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യും, അതല്ലെങ്കിൽ എന്താണ് കാരണം, കോസസ് വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യും,
അതല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് അല്ലേ, ഓരോ ലാബോറട്ടറി റിസൾട്ടും അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ്, എക്കോ കാർഡിയോഗ്രാം, ഇലക്ട്രോ കാർഡിയോഗ്രാം, അങ്ങനെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന് കൺഫർമേഷൻ കിട്ടുന്നത് വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യും. ഓക്കെ, സോ ഇത് മൂന്നുമാണ് നമ്മളും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കേസിൽ. സിംറ്റം വെച്ചിട്ടും കോസ് വെച്ചിട്ടും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ വെച്ചിട്ടും വേണം നമ്മളിത് ഡയഗ്നോസ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ പെരികാർഡൈറ്റിസ് എന്താണ്, നിമോണിയ എന്താണ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താണ്, പൾമനറി എംബോളിസം എന്താണെന്നൊക്കെ ഒന്ന് ബ്രീഫായിട്ട് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പെരികാർഡൈറ്റിസ് എടുക്കാം. പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സാക്കുണ്ട്, അതാണ് പെരികാർഡിയം അല്ലേ. സോ ഈ പെരികാർഡിയത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് പെരികാർഡൈറ്റിസ്. ഓക്കെ, ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സാക്കിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. സോ ഈ പെരികാർഡൈറ്റിസിൻ്റെ സിംറ്റമാണ് ഷാർപ്പായിട്ടുള്ള ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലൈ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഉള്ള പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഷാർപ്പ് പെയിൻ. ഓക്കെ, ആൻഡ് പെരികാർഡൈറ്റിസിൻ്റെ പെയിൻ നമ്മൾ നേരെ എഴുന്നേറ്റൊന്ന് ഇരുന്ന് കഴിയുമ്പം അല്ലെങ്കിൽ ഫോർവേഡ് ലീൻ ചെയ്ത് കഴിയുമ്പം അത് പോകുന്ന ടൈപ്പ് ഓഫ് റിലീഫ് ആകുന്ന പെയിനാണ്. ആൻഡ് പെരികാർഡൈറ്റിസ് ഉണ്ടാകുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള സമയത്താണ്. ഓക്കെ, അതായത് എന്തെങ്കിലും തരത്തിൽ പ്രീവിയസ് ആയിട്ട് അക്യൂട്ടോ ക്രോണിക്കോ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെരികാർഡൈറ്റിസ് ഡെവലപ്പ് ആകാം. ഓക്കെ, ഇനി നിമോണിയ നോക്കുവാണെങ്കിൽ നിമോണിയ എന്ന് പറയുന്നത് നമുക്കറിയാം ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആണ് അല്ലേ. ആൻഡ് നിമോണിയയ്ക്കും ഷാർപ്പായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, കോഫ് ഉണ്ടാകും. പക്ഷെ നിമോണിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിമോണിയയുടെ കോഫ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് കോഫ് ആയിരിക്കും. ഓക്കെ, യെല്ലോ, ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലഡി മ്യൂക്കസ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കും കോഫിൻ്റെ സമയത്ത്. ഓക്കെ, നൗ MI എന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണറി ആർട്ടറീസ് ഒക്കെ ബ്ലോക്ക് ആകുന്നത് കൊണ്ട് ബ്ലഡ് ഫ്ലോ കുറയുന്നതാണെന്ന് നമുക്കറിയാം. സോ അവിടെയും എന്താണ്, സിവിയർ ആയിട്ടുള്ള സ്ക്വീസിങ് ടൈപ്പ് ഓഫ് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യും, ഒരു പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും ക്ലയൻറ്റ്. ആൻഡ് റേഡിയേറ്റിംഗ് പെയിൻ ആണ് അവിടെയും വരുന്നത്. പൾമനറി എംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ലങ്സിൻ്റെ ആർട്ടറിയിൽ ബ്ലഡ് ക്ലോട്ട് കൊണ്ട് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആകുന്നതാണ്. അവിടെയും സഡൻ സ്റ്റാബിങ് പെയിനും ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഈ 4 കണ്ടീഷനും നോക്കിയാൽ അറിയാം, 4 കണ്ടീഷനിലും പെയിൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കണ്ടീഷൻസ് നോക്കുമ്പോൾ പെരികാർഡൈറ്റിസിന് പെയിൻ ഉണ്ട്, നിമോണിയയ്ക്ക് പെയിൻ ഉണ്ട്, മയോകാർഡിയൽ ഇൻഫാക്ഷന് പെയിൻ ഉണ്ട്, പൾമനറി എംബോളിസത്തിനും പെയിൻ ഉണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ പെയിൻ ഏകദേശം ഒരേപോലെയാണ് വരിക. അപ്പോൾ പെയിൻ വെച്ചിട്ട് നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ക്ലയൻറ്റിൻ്റെ പെയിൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്ന സിംറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ വേറൊരു പ്രോബ്ലം കൊടുത്തിരിക്കുന്നത് ഡ്രൈ കോഫ് ഇപ്പോൾ ഉണ്ടെന്നാണ്. ഓക്കെ, സോ നമുക്കറിയാം നിമോണിയ ഉള്ളൊരു ക്ലയൻറ്റിന് പ്രൊഡക്റ്റീവ് കോഫ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രൊഡക്റ്റീവ് കോഫ് വിത്ത് സ്പ്യൂട്ടമാണ്. ആൻഡ് ഓൾസോ നിമോണിയ ഉള്ള ക്ലയൻറ്റിന് ഞാൻ പറഞ്ഞതുപോലെ ബാക്ടീരിയൽ ഓർ വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഹൈ ഫീവർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ 105 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഫീവർ പോകാം. ഓക്കെ, പക്ഷേ ഈ ക്ലയൻറ്റിന് ഡ്രൈ കോഫുമാണ്, ഫീവർ അത്ര എലിവേറ്റഡും അല്ല, ഒരു സ്ലൈറ്റ് വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റിന് നിമോണിയ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സിംറ്റം വെച്ചിട്ടാണ് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നിമോണിയയുടെ സിംറ്റം അല്ല കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിമോണിയയ്ക്ക് യൂഷ്വലി പ്രൊഡക്റ്റീവ് കോഫ് വരും, സോ അതിവിടെ ഇല്ല. ആൻഡ് ഹൈ ഫീവർ ഉണ്ടാകും, അതും ഇവിടെ ഇല്ല. സോ സിംറ്റം വെച്ചിട്ട് നമുക്ക് നിമോണിയ അല്ലെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രോപ്പോണിൻ്റെ ലെവൽ. ഓക്കെ, മയോകാർഡിയം ഡാമേജ് ആകുന്ന സമയത്ത് ബ്ലഡിലോട്ട് ട്രോപ്പോണിൻ്റെ ലെവൽ റിലീസാകും. ഓക്കെ, അപ്പോൾ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ട്രോപ്പോണിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രോപ്പോണിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. ഓക്കെ, 0.04 കൂടുതലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 0.02 ആയതുകൊണ്ട് മയോകാർഡിയത്തിന് ഡാമേജ് ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഒന്നുകൂടെ ഞാൻ പറയാം, മയോകാർഡിയം ഡാമേജ് ആകുമ്പം ബ്ലഡിലോട്ട് ട്രോപ്പോണിൻ റിലീസാകും. അതുകൊണ്ടാണ് മയോകാർഡിയൽ ഇൻഫാക്ഷന് ട്രോപ്പോണിൻ്റെ വാല്യൂ അസസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ട്രോപ്പോണിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാലാണ് മയോകാർഡിയത്തിന് ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവിടെ 0.02 നോർമലാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ല ഈ ക്ലയൻറ്റിനെന്ന്. ഓക്കെ, സോ നിമോണിയ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തത് സിംറ്റം വെച്ചിട്ടാണ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തത് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വെച്ചിട്ടാണ്. ഇനി പെരികാർഡൈറ്റിസും ഉണ്ട്, പൾമനറി എംബോളിസം ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കോസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം പൾമനറി എംബോളിസം ഉണ്ടാകുന്നത്, പൾമനറി എംബോളിസം വേറെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ ഒരു ബ്ലഡ് ക്ലോട്ടൊക്കെ ഫോം ആയിട്ട് ആ ബ്ലഡ് ക്ലോട്ട് മൂവ് ചെയ്ത് നമ്മുടെ ലങ്സിലെത്തി അങ്ങനെ ലങ്സിൻ്റെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. സോ ഈ ക്ലയൻറ്റിന് പൾമനറി എംബോളിസത്തിൻ്റെ സാധ്യത കാണുന്ന ഒരു ഹിസ്റ്ററിയും ഇല്ല. പൾമനറി എംബോളിസത്തിൻ്റെ സാധ്യത എന്ന് പറയുമ്പം ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, പ്രൊലോങ്ഡ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കോസസ് ഒക്കെ കൊടുക്കണം. സോ അങ്ങനെ ഒരു കോസ് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പൾമനറി എംബോളിസം കോസ് വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ,
ആൻഡ് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു പെരികാർഡൈറ്റിസ് നേരത്തെ വൈറൽ ഓർ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെരികാർഡൈറ്റിസ് ഉണ്ടാകാം എന്ന് പറഞ്ഞു അല്ലേ. സോ ആ കോസും അതുപോലെ തന്നെ ഇവിടെ ഗ്രേറ്റിംഗ് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ പെരികാർഡൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ ഗ്രേറ്റിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ പെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വെച്ചിട്ട് സോ കോസ് സൈൻ ആൻഡ് സിംറ്റം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം പെരികാർഡൈറ്റിസ് ആണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന്. ഓക്കെ, സോ എങ്ങനെയാണ് ഓരോ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിമോണിയ നമ്മൾ സിംറ്റം വെച്ച് എലിമിനേറ്റ് ചെയ്തു, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ വെച്ച് എലിമിനേറ്റ് ചെയ്തു, പൾമണറി എംബോളിസം കോസ് വെച്ച് എലിമിനേറ്റ് ചെയ്തു. സോ ഒരു കേസ് കിട്ടുന്ന സമയത്ത് ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കൊടുത്തിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലത്തിൽ കോസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യണം, സിംറ്റംസ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇത് മൂന്നൂടെ വെച്ചിട്ട് വേണം നമ്മളൊരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട്. ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്? ആ പേഷ്യൻ്റെ സിംറ്റവും കോസും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടല്ലേ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം പെരികാർഡൈറ്റിസ് ആണ്. ഓക്കെ, കോസും സിംറ്റവും വെച്ചിട്ടാണ് നമ്മൾ ആ പെരികാർഡൈറ്റിസ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പെരികാർഡൈറ്റിസിന് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. നിമോണിയ ആണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം. സോ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നൈട്രോഗ്ലിസറിൻ ഒക്കെ നമ്മൾ മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആണ് കൊടുക്കുക, അതും ഇവിടെ ആവശ്യമില്ല. സോ നമ്മൾ പറഞ്ഞായിരുന്നു പെരികാർഡൈറ്റിസ് ഒന്ന് എഴുന്നേറ്റിരുന്ന് കഴിയുമ്പോൾ ഒന്ന് മുമ്പോട്ട് ലീൻ ഫോർവേഡ് ആയി കഴിയുന്ന സമയത്ത് പെയിൻ കുറയും അല്ലേ, പെയിൻ റിലീഫ് കിട്ടും. സോ തേർഡ് വൺ ഇവിടെ കറക്റ്റായിട്ട് വരും. ആൻറ്റി കോആഗുലൻ തെറാപ്പി എന്ന് പറയുമ്പം ബ്ലഡ് ക്ലോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഇവിടെ പൾമണറി എംബോളിസം ആണ്. സോ അതിലാണ് നമ്മൾ ആൻറ്റി കോആഗുലൻ തെറാപ്പി കൊടുക്കുന്നത്. പെരികാർഡൈറ്റിസിന് നമ്മൾ NSAID വിത്ത് കോൾക്കിസൈൻ ആണ് കൊടുക്കുക. സോ തേർഡ് വണ്ണും ലാസ്റ്റ് വണ്ണുമാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, സോ ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നിമോണിയ, അവിടെയാണ് കൊടുക്കുന്നത്. നൈട്രോഗ്ലിസറിൻ നമ്മൾ കൊടുക്കുന്നത് മയോകാർഡിയത്തിൻ്റെ ഡാമേജിനാണ്, ചെസ്റ്റ് പെയിൻ, ഓക്കെ, ഹാർട്ട് പ്രോബ്ലത്തിനാണ്. ആൻഡ് പെരികാർഡൈറ്റിസിന് നമ്മൾ മുമ്പോട്ട് ഇരുന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലീൻ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ പെയിൻ റിലീഫ് ഉണ്ടാകും. സോ അതുകൊണ്ട് തേർഡ് ഓപ്ഷനും. ആൻറ്റികോഗുലൻ തെറാപ്പി ഇവിടെ കൊടുക്കാത്തതിൻ്റെ കാരണം പെരികാർഡൈറ്റിസ് ഈ ബ്ലഡ് ക്ലോട്ട് കാരണം ഫോം ആകുന്ന ഒരു കണ്ടീഷൻ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ദെൻ കോൾക്കിസൈൻ ആൻഡ് NSAID ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി മോണിറ്റർ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ PTT നമ്മൾ അഗൈൻ ബ്ലഡ് ക്ലോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് മോണിറ്ററിംഗ് ആണ് PTT വരിക. സോ അത് വരില്ല. ഇനി സ്പ്യൂട്ടം കൾച്ചർ നമുക്കറിയാം നിമോണിയയ്ക്കാണ്, സോ അതും വരില്ല. കാർഡിയാക് എൻസൈംസ് നമുക്കറിയാം മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ട്രോപ്പോണിൻ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതും വരില്ല. സോ മെലീന ആൻഡ് മഫിൾഡ് ഹാർട്ട് സൗണ്ട് ആണ് വരിക. മെലീന മോണിറ്റർ ചെയ്യാനുള്ള കാരണം കണ്ടിന്യൂസ് ആയിട്ട് NSAID എടുക്കുന്ന ക്ലയൻറ്റിന് മെലീനയുടെ സാധ്യതയുണ്ട്. സോ ഈ ക്ലയൻറ്റിന് NSAID കൊടുക്കുന്നുണ്ട്, അപ്പം മെലീനയുടെ മോണിറ്ററിങ് ആവശ്യമാണ്. മഫിൾഡ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പെരികാർഡൈറ്റിസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഈ പ്ലൂറൽ എഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്, കാർഡിയാക് ടാംപോണേറ്റ് അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ. സോ അവിടെ കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്. സോ പെരികാർഡൈറ്റിസ് പ്ലൂറൽ എഫ്യൂഷനിലോട്ടോ വല്ലതും ലീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് മഫിൾഡ് ഹാർട്ട് സൗണ്ട് ചെക്ക് ചെയ്താലായിട്ട് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഇവിടെ മെലീനയും മഫിൾഡ് ഹാർട്ട് സൗണ്ടുമാണ് മോണിറ്റർ ചെയ്യേണ്ടത്. സോ മെലീന മോണിറ്റർ ചെയ്യാനുള്ള കാരണം ഈ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടും മഫിൾഡ് ഹാർട്ട് സൗണ്ട് മോണിറ്റർ ചെയ്യാനുള്ള കാരണം ഈ കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷൻ വെച്ചിട്ടുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഓരോ കണ്ടീഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, അതായത് ഈ ഒരു ബോട്ടായി ക്വസ്റ്റ്യനിൽ എപ്പോഴും ഒരേ കണ്ടീഷൻ തന്നെ അല്ല കൊടുക്കുക അല്ലേ. യൂഷ്വലി ഒരേ സിംറ്റംസ് വരാൻ സാധ്യതയുള്ള നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന കണ്ടീഷൻസ് ആണ് അവർ ഒരുമിച്ച് കൊടുക്കുക. സോ ഈ ഒരുമിച്ച് കൊടുക്കുന്ന കണ്ടീഷൻസ് സാധാരണയായിട്ട് ഏതൊക്കെയാണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ആൻഡ് എങ്ങനെയാണ് ഈ പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ആക്ഷൻസ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, കണ്ടീഷൻസ് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇത് പഠിച്ചാലേ നമുക്ക് ബോട്ടായി ക്വസ്റ്റ്യൻ എളുപ്പമാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണുക, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. ആൻഡ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് NCLEX സാറിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഡിസ്കഷനോട് കൂടി എങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലോട്ട് എത്താം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, തിയറി മാത്രമല്ല ക്വസ്റ്റ്യനകത്തെ സ്ട്രാറ്റജീസും വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.